അപ്പം ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഫസ്റ്റ് സ്റ്റഡി വ്ളോഗാണ് നമ്മുടെ ചാനലിൽ. എനിക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പറഞ്ഞതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എല്ലാം കൂടി ചെയ്യുമ്പോൾ നല്ല ചെയ്തു. ഞാനിപ്പോൾ പഠിച്ച് കുറച്ച് എത്തി. നോട്ട്സ്, എൻ്റെ നോട്ട്സ് ഇന്ന് ഞാൻ എഴുതിയ നോട്ട്സ് ഇതാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് എഴുതിയെടുത്തത്, പെട്ടെന്ന് എഴുതിയതുകൊണ്ടാണ് അങ്ങനെ. എൻ്റെ നോർമൽ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ റിയൽ നോട്ടുകളാണ് നല്ലത്, അതെൻ്റെ പഠിക്കുന്ന നോട്ടാണ്. ഇതാണ് ഞാൻ എഴുതാറ്. അപ്പോൾ നമുക്കെന്നെ ബേസിക് സയൻസാണ് പഠിക്കാനുള്ളത്, അതൊക്കെ എന്നെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മിഡ് ടേൺ എക്സാം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിന് പഠിക്കാനുണ്ട്. മാത്സ് എല്ലാ സബ്ജക്റ്റും നമുക്ക് പഠിക്കണം. കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് 8-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾക്കത് മിഡ് ടേൺ എക്സാം വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് വരുന്നത് 18, 16, 17, 18 അങ്ങനെയാണ് ടീച്ചർ കൊടുത്തത്. ഞാൻ ഇപ്പോൾ പഠിക്കുന്ന 5-ാം ക്ലാസ്സിലാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ലിങ്ക് എനിക്ക് ഞാൻ പക്ഷേ മീഷോ വാങ്ങിയതാണ്. പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാൻ. നമ്മൾ പഠിക്കാൻ ആവശ്യമുള്ള പെന്ന്, പെൻസിലാണിത്. പെൻസിൽ, മെയിൻ ഇറേസർ, ഹൈലൈറ്റർ. ഇത് ഞാനുള്ള കേപ്പബേറേൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കേപ്പബേറ അറിയാത്ത ആരും ഉണ്ടാകത്തില്ല, അധികം ആൾക്കാർക്കും കേപ്പബേറ ഉണ്ടാകും. നമുക്ക് പഠിത്തത്തിലേക്ക് പോകാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ ടാബിളാണ് കേട്ടോ. ഇതും ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിയതാണ്, പക്ഷെ എൻ്റെ കയ്യിൽ നിന്നിട്ടില്ല. ഇതെൻ്റെ അച്ഛൻ്റെ ഡ്രസ്സാണ്, ആരും നമുക്കത് പഠിക്കാനില്ല. അങ്ങനെ വല്ലാതെ ചോദിച്ചു. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റാണ് കവർ ചെയ്തത്, ഫുള്ള് ടെക്സ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ നോട്ടും കവർ ചെയ്യുമെന്ന് പറഞ്ഞ കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു സാധനം ചെയ്ത് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു, കണ്ടല്ലോ. ആ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. ഒരു ലീഫ് എടുത്തിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അതിങ്ങനെ ഉരച്ച് നോക്കുമ്പോൾ അതിൻ്റെ കളർ കിട്ടുന്നതാണ്. ഞാൻ എല്ലാ ലീഫ്സിൻ്റെ പേര് പറഞ്ഞുതരാം. ഹിബിസ്കസ്, ചെമ്പരത്തി, ആന്തൂറിയം മലയാളത്തിൽ പറയുന്നതാണ്. പിന്നെ ഓർച്ചിഡ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ്. ആ പിങ്ക് കളർ പൂവിലെ ഇതും ഹിബിസ്കസിൻ്റെ. ഇത് യെല്ലോ ലീഫ്, ഇത് ഗ്രീൻ ലീഫ്, ഇത് പപ്പായേൻ്റെ ലീഫാണ്. ഇതിൽ 2 പച്ച കളറില്ലാതെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്തതാണ്. ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. അത് 2 ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. നാളെ കൊണ്ടുവന്നില്ലേ അല്ലേ? അതിനുശേഷം നമുക്കൊരു ഫുഡ് വേർപ്പുണ്ടാകും. ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുള്ള അതിൻ്റെ സ്മെല്ല് കഴിഞ്ഞാൽ സൗണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകും. ഒരു വെള്ളം എടുത്തിട്ട് എൻ്റെ മകും കൂടി ഞാൻ ഇതാണ് എൻ്റെ മൺ. അവിടെ വെച്ചാൽ ഇനി പഠിക്കാം. കോൺസെൻട്രേറ്റഡ് പഠിത്തം. നമ്മൾ സ്റ്റഡി ബ്ലോഗാണ്. ഞാനിത് ഷോർട്സ് ആക്കി ഇടണോ വീഡിയോ ആക്കി ഇടണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇടുന്നത് എങ്ങനെയാണ്? വീഡിയോ ആർക്കും കാണാൻ ഇഷ്ടമല്ല എനിക്കറിയാം. നമ്മൾ ഷോർട്സാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് പഠിക്കാൻ നിൽക്കാം. 3, 2, 1.
അതേപോലെ തന്നെ എനിക്ക് സ്റ്റഡി ബ്ലോഗ് അധികം ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഒരു ചേച്ചിയുടെ ചാനൽ ഞാൻ കാണാറുണ്ട്. ആ ചേച്ചിയുടെ ചാനലിൻ്റെ പേരാണ് ക്രാഫ്റ്റിംഗ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലാണ്. ആ ചേച്ചി ക്രോഷ് ചെയ്യും, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒക്കെ ഞാൻ ഷോപ്പിൽ കാണിച്ചത്. ആ ഷോപ്പിലാണ് ഷോപ്പ് നല്ല ഷോപ്പാണ്. ഇതിൽ നല്ല ഓഫേഴ്സും ഉണ്ട്, നല്ല പ്രൊഡക്ട്സും ഉണ്ട്. ഇഷ്ടപ്പെട്ടും നല്ലതാണ്. പോയിട്ട് എഴുതാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മളെ നോട്ട്സ് കാണിച്ചു തരുന്നു. ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് നോക്കിയിട്ട് ഞാൻ കുറച്ച് പഠിച്ചതിലും ബാക്കി നിങ്ങൾക്ക് വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നത്. ബൈ. ഞാൻ പോർച്ചുഗലിൽ നിന്ന് എഴുതിയത്.